ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലെ മണ്ണ് വെച്ച് ക്ലേ ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ ക്ലേ ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട്. അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ക്ലേ ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ എടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ രണ്ട് കൈ കൊണ്ടുകൂടെ ചെയ്യേണ്ട പരിപാടി ഞാൻ ഒറ്റ കൈ കൊണ്ടൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് സ്റ്റാൻഡായിട്ടോ അങ്ങനെയൊന്നുമില്ല, എൻ്റെ കൈ തന്നെയാണ് എല്ലാത്തിനും വേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു കൈ വെച്ചൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം ഞാൻ കുറച്ച് വീഡിയോ കട്ടായിപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. എന്തായാലും അത് ക്ഷമിക്കുക. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആദ്യം തന്നെ നമ്മളെ വീട്ടിലത്തെ ചളി ഉണ്ടാകുന്ന മണ്ണെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തപ്പിയാൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ, കല്ലുണ്ടാവും, ചിലപ്പോൾ നമ്മൾ പുല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ വേണ്ടത് ചളിവെള്ളം മാത്രമാണ്. ഇതിൻ്റെ അകത്തുള്ള മണ്ണൊന്നും ആവശ്യമില്ല. അപ്പം ഇത് നമുക്ക് മാക്സിമം അരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ അരിച്ചെടുക്കാം. മണ്ണില്ലാതെ നല്ല രീതിയിൽ ചളിവെള്ളം മാത്രമായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചളിവെള്ളം കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പം അതൊന്ന് നല്ലോണം അരിച്ചെടുക്കുക. എത്ര വട്ടം പറ്റുന്നു അത്രയും അരിച്ചെടുക്കുന്നത് നമ്മളെ ക്ലേക്ക് നല്ല സ്മൂത്താവാൻ, നല്ല ബെറ്ററായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പാവും. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ തീരെ മണ്ണില്ലാതെ, നമുക്ക് മണ്ണില്ലാന്ന് ഉറപ്പായതിന് ശേഷം മാത്രം അരിക്കുന്നത് നിർത്താം. പിന്നെ ഞാനൊരു 6 വട്ടമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്, മണ്ണുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ മണ്ണില്ലാതെ വെക്കണം. പിന്നെ നമ്മളിത് അരിച്ചെടുക്കുന്ന സമയത്ത് ബക്കറ്റിൻ്റെ അടിയിലേക്ക് പോയിട്ട് ഈ ക്ലേ, നമ്മളെ ഈ സംഭവം അവിടെ അതിൽ ഇതായി നിൽക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ അതേപോലെ അരിച്ചൊക്കെ എടുത്ത് കുറച്ച് നേരം നമ്മൾ അനങ്ങാതെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമ്മൾ മെല്ലെ അത് അനങ്ങാതെ, അടിയത്തെ ചെളി ഇളകാതെ നമ്മൾ ആ വെള്ളം അങ്ങനെ ഒഴിവാക്കി കൊടുക്കണം. മെല്ലെ മെല്ലെ ഒഴിവാക്കി അങ്ങനെ അവസാനം എത്തുമ്പോൾ നമുക്ക് തീരെ ഒഴിവാക്കാൻ കഴിയാതെ ചളി ഇങ്ങനെ കലരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് ജസ്റ്റ് ഇതിന് മുകളിൽ വിരിച്ചിട്ട് ഇതേപോലെ ഞാൻ അടിയിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വിരിക്കുമ്പോഴത്തേക്ക് അടിയിൽ വീണാതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ബക്കറ്റിലുള്ള ചളിയൊക്കെ കലക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു കെട്ടിട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ബാക്കി വെള്ളം ഇതിലൂടെ അബ്സോർവ് അല്ല, ഇതിലൂടെ ഇങ്ങനെ ഉറ്റിയിട്ട് പോകും. അപ്പോൾ അതാ നമ്മളെ താഴെ ഉറ്റുന്ന പോലെ അങ്ങ് ഉറ്റിപ്പോയിക്കോളും. ഇതെൻ്റെ കസിൻ എടുത്ത് തന്നാട്ടോ ഈ ഒരു ഭാഗം, കാരണം എനിക്കിതിങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനിവിടെ ഇങ്ങനെ കെട്ടൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ബക്കറ്റിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ബക്കറ്റിൻ്റെ അകത്തോട്ട് ഉറ്റിക്കോളും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ആ ബക്കറ്റ് തുറന്ന് നോക്കിയപ്പം ഇങ്ങനെ വെള്ളം കൊറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരുമ്പുന്ന കല്ലിൻ്റെ അവിടെ പോയിട്ട് ഇതിട്ടു. അപ്പോൾ കൊടുവെള്ളമുണ്ട്. അപ്പം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതേപോലെ അതൊന്ന് കെട്ടയച്ചെടുത്തിട്ടുണ്ട്. കെട്ടയച്ചെടുത്ത് ഇതേപോലെ ഓപ്പൺ ആക്കിയപ്പം ഇതാണ് അവസ്ഥ. കറക്റ്റ് ഈ ഒരു ഇതിലാണ് നമുക്ക് ഫസ്റ്റ് കിട്ടാം. ചില ആൾക്ക് ഓരോരുത്തർക്കും ഓരോരോ രീതിയാണ്. ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു രീതിയാണ്. അന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ വെയിലത്ത് വെക്കരുത്, ബട്ട് കാറ്റ് കൊള്ളുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാം. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് അയത്തോട്ട് വെച്ചിട്ടുണ്ട്, ഫാൻ റൂട്ടിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് അങ്ങനെ ആക്കി. പിന്നെ കുറച്ചൊന്ന് താങ്ങുന്നുണ്ടപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഞാൻ മൊത്തം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം എല്ലാ സ്ഥലത്തൊന്നും നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇനി ഒന്നും കൂടി ഇതായി കിട്ടണം. അതുകൊണ്ട് വെള്ളം മൊത്തം പോയിട്ട് കറക്റ്റായി കിട്ടേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം, അപ്പോൾ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അത്ര ഒന്നും വെള്ളം ഉണ്ടെന്ന് തോന്നാത്ത രീതിയിലായിക്കാൻ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഞാൻ ഇതേപോലെ തുണി വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒപ്പി എടുക്കുമ്പോൾ നമുക്ക് ആ ക്ലേ ഇങ്ങനെ കിട്ടും. അപ്പം കൈവച്ച് ചെയ്യേണ്ടവർക്ക് കൈവച്ച് ചെയ്യാം. ഞാൻ കൈവച്ച് ചെയ്ത് അപ്പം തന്നെ ആവുമല്ലോ. എനിക്ക് മറ്റേ ഫസ്റ്റ് ഉണ്ടാക്കിയ ക്ലേയും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. എന്താ പറയുക, ഇത് വേറെ ആയിപ്പോവും. അപ്പം ഞാൻ ഇതേപോലെ രണ്ടും കൂടെ മിക്സൊക്കെ ചെയ്തു. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ക്ലേ സൂക്ഷിക്കാറുള്ളതെന്ന്. ഇത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം സൂക്ഷിക്കാൻ. മറ്റത് കാറ്റ് കയറിയിട്ട് വേഗം കട്ടായി പോകും. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാം. അപ്പം ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലേ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് പിന്നെ ഒരു ഇതിലാക്കിയിട്ട് നമ്മൾ കവറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മണ്ണായതുകൊണ്ട് മേ ബി സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് തടയാം. അപ്പം ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തിട്ട് അതൊന്ന് മടക്കിയിട്ട് പിന്നെ നമ്മളൊരു കണ്ടെയ്നറിലിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.